Good afternoon. 8051 microcontroller time delay calculations. For an 89C51 with crystal frequency of 22 MHz, find the time delay in the following delay loop. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു ഡിലേ ലൂപ്പ് തന്നിട്ടുണ്ട്. ഈ ഡിലേ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ കൺട്രോളറിലെ ഒരു സബ് റൂട്ടീൻ അറ്റാക്ക് ചെയ്യുകയാണ്. ഈ സബ് റൂട്ടീനിൽ പോയി തിരിച്ചു വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. എന്തുമാത്രം സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഫ്രീക്വൻസി ഓഫ് ക്രിസ്റ്റൽ 22 നേരത്തെ ഉള്ള എക്സാമ്പിളിൽ നമ്മൾ 11.0592 മെഗാഹെർട്സ് ആയിരുന്നു. അതായിരുന്നു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. 22 മെഗാഹെർട്സ് ആണെങ്കിൽ മെഷീൻ സൈക്കിൾ മാറും അല്ലേ, കുറച്ചുകൂടെ വേഗതയിലായിരിക്കും മൈക്രോ കൺട്രോളർ ആക്ട് ചെയ്യുന്നത്. 22 മെഗാഹെർട്സ് ആണെങ്കിൽ ആസ് യൂഷ്വൽ നമുക്കറിയാം ഒരു മെഷീൻ സൈക്കിൾ 12 ക്ലോക്ക് സൈക്കിളാണ് 8051. അപ്പോൾ 22/12 എന്ന് പറഞ്ഞാൽ 1.833 മെഗാഹെർട്സ് ആകും. ടൈം എന്ന് പറയുന്നത് 1/f ആണ്. സോ 1/1.833 × 10⁶ 0.546 മൈക്രോ സെക്കൻഡ്. മൈക്രോ കൺട്രോളർ 8051 ഈ ക്രിസ്റ്റലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് 0.546 മൈക്രോ സെക്കൻഡ് കൊണ്ട് തീരും. അപ്പോൾ ഒരു MC പീരീഡ് = 0.546 എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇപ്പോൾ ഈ ഡിലേ ലൂപ്പ് ഒന്ന് നമുക്ക് നോക്കാം. മൂവ് R2, #19 R2ലേക്ക് 19 വയ്ക്കുന്നു. ഒരു മെഷീൻ സൈക്കിൾ മതി അതിന്. മൂവ് R3, 255 #255 R3യുടെ വാല്യൂ 255, അതിന് ഒരു മെഷീൻ സൈക്കിൾ മതി. DJNZ R3 അഗെയിൻ, R3യുടെ വാല്യൂ ഒന്ന് കുറയ്ക്കുന്നു 254, 0 അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും അഗെയിനിൽ പോകുന്നു 250. ഇത് ഇങ്ങനെ ഒരു DJNZ R3 അഗെയിൻ ഒരു പ്രാവശ്യം ചെയ്യുന്ന 2 മെഷീൻ സൈക്കിൾ മതി. വീണ്ടും DJNZ R2 ഹിയർ, DJNZ R2ന്റെ വാല്യൂ 19 18 കുറച്ച് തീർന്നില്ലെങ്കിൽ തിരിച്ചു പോകുന്നതിനും ഇത് എക്സിക്യൂട്ട് ചെയ്യാനും 2 മെഷീൻ സൈക്കിൾ മതി. റിട്ടേണിനും 2 മെഷീൻ സൈക്കിൾ മതി. ഇങ്ങനെ ടോട്ടലി ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ എന്തുമാത്രം സമയം എടുക്കുന്നത് കൃത്യമായി കണക്കൂട്ടി എടുക്കണമെങ്കിലും അപ്രോക്സിമേറ്റ് കൂട്ടിയെടുക്കുന്നതിന് 2 രീതിയുണ്ട്. കൃത്യമായിട്ട് കണക്കൂട്ടി എടുക്കണമെങ്കിൽ DJNZ മൂവ് R2, 19 1, മൂവ് R3, 255 ഒരു മെഷീൻ സൈക്കിൾ എടുത്തു. DJNZ R3 അഗെയിൻ, R3യുടെ വാല്യൂ ഒന്ന് കുറച്ചു 254 അഗെയിൻ ഇവിടെ തന്നെ വന്നു. വീണ്ടും തിരിച്ചു വന്നു 253 52 51 200 100 50 അവസാനം 10 9 8 അവസാനം 0 ആകുമ്പോൾ മാത്രമേ ഇത് പുറത്തേക്ക് വരുള്ളൂ. ഒരു തവണ 2 മെഷീൻ സൈക്കിൾ എടുക്കും. അപ്പോൾ 255 തവണ വരുമ്പോൾ 510 മെഷീൻ സൈക്കിൾ എടുക്കും. ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 510 × 0.546 278 മൈക്രോ സെക്കൻഡ് എടുക്കും ഈ ഒരു ലൂപ്പ് പുറത്ത് തീരാൻ. അതുകൊണ്ട് കഴിഞ്ഞില്ല. DJNZ R2 ഹിയർ ഉണ്ട്, അതിന് 2 മെഷീൻ സൈക്കിൾ എടുക്കും. R2 ഹിയർ എന്ന് പറഞ്ഞാൽ എന്താ? R2ന്റെ വാല്യൂ 19 18 എന്ന് പറഞ്ഞാൽ എവിടെ പോകണം? ഹിയറിൽ പോകണം. ഹിയർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? R3യുടെ വാല്യൂ വീണ്ടും 255 ലോഡ് ചെയ്യാണ്. അതിനൊരു മെഷീൻ സൈക്കിൾ എടുത്തു. വീണ്ടും താഴേക്ക് വന്നു. വീണ്ടും R3 വീണ്ടും കുറച്ചു 254 253 ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ 278 മൈക്രോ സെക്കൻഡ് എടുത്താണ് ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നതെങ്കിൽ ഇനി ഇത് വീണ്ടും 19 തവണ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലൂപ്പ് മാത്രം ഈ R2 ലൂപ്പിലൂടെ കയറി പുറത്തേക്ക് വരാൻ വീണ്ടും 19 തവണ. അപ്പോൾ 19 × 278 തവണ ചെയ്യും. 19 തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 19 × 278 എന്ന് പറയുമ്പോൾ നമുക്ക് 5.29 മില്ലി സെക്കൻഡ് വരും. ഓക്കെ, അത്രയും മെഷീൻ സൈക്കിൾ സമയം അവിടെ എടുക്കും. ഇനി ഇത് കൂടാതെ ഈ R3, അപ്പോൾ അത്രയും ലൂപ്പിന്റെ മാത്രമായി. പിന്നെ ഈ R3യുടെ വാല്യൂ 255 എടുക്കുന്ന 1 R3 ഇത് കൂട്ടി നമ്മൾ ലൂപ്പിനെ കാൽക്കുലേറ്റ് ചെയ്തു. DJNZ R2 ഹിയർ എന്ന് പറഞ്ഞാൽ 2, ഈ 1ഉം 2ഉം R2ന്റെ വാല്യൂ വീണ്ടും ഒന്ന് കുറഞ്ഞു 18, വീണ്ടും തിരിച്ചു വന്നു 1ഉം 2ഉം 1. ഇത് മാത്രമേ ഈ ലൂപ്പിന്റെ കണ്ടീഷൻ വിട്ടിട്ട് 1 2 1 2 ഇത് തന്നെ ഇതും 19 തവണ ചെയ്യും. ഇത് 19 ടൈംസ്, അതായത് 2 + 1 3 മെഷീൻ സൈക്കിൾ. ഈ R3, 255ഉം DJNZ R2 ഹിയർ എന്നുള്ളതും 3 മെഷീൻ സൈക്കിൾ ഉണ്ട്. അത് 3ഉം കൂടെ 19 തവണ ചെയ്യും. അപ്പോൾ 19 × 3 × 0.546 എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതും കിട്ടും 31.2 മൈക്രോ സെക്കൻഡ്. പിന്നെ അതുകൊണ്ടും തീരുന്നില്ല. പിന്നെ എക്സ്ട്രാ ആയിട്ട് മൂവ് R2, 19 ഒരു മെഷീൻ സൈക്കിളും റിട്ടേൺ എന്ന് പറഞ്ഞാൽ 2 മെഷീൻ സൈക്കിളും കൂടെ ചേർക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടെ മൊത്തം കൂടെ കൂട്ടിയാൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ടൈം ഡിലേ കിട്ടുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും ടൈം ഡിലേ പ്രോഗ്രാം അപൂർണമായിരിക്കും. കാരണം ഈ R2, 19നും ഈ RET ഒക്കെ ഇതിനകത്ത് നിന്ന് ഉപേക്ഷിക്കും. കാരണം എന്താ, ഇത് വളരെയധികം സമയം ഇതിനകത്ത് കൂടുതൽ എടുക്കുന്നുണ്ട്. ഈ ലൂപ്പ് കുറച്ചുകൂടെ വലുതാണെങ്കിൽ ഇപ്പോൾ 5.29 മില്ലി സെക്കൻഡ് തന്നെ ഇവിടുത്തെ ലൂപ്പിൽ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഓവർഹെഡ് 31, പിന്നെ ഇത് കൂടാതെ 2 + 1 3 മെഷീൻ സൈക്കിൾ. അങ്ങനെ എല്ലാം കൂടെ കൃത്യമായിട്ട് കൂട്ടിയാൽ മാത്രമേ നമുക്ക് മെഷീൻ സൈക്കിൾ കിട്ടുകയുള്ളൂ. അപ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അല്പം പ്രയാസകരമായി കണ്ടുപിടിക്കാൻ. അപ്പോൾ ദ ഹിയർ ലൂപ്പ് നേരത്തെ പറഞ്ഞത് തന്നെ, ദ ഹിയർ ലൂപ്പ് റിപ്പീറ്റ്സ് ദ ഗെയിൻ ലൂപ്പ് 19 ടൈംസ്. അത് 278 × 19 5.29 മില്ലി സെക്കൻഡ് വരും. However, here is an extra delay by the instructions move R3, #255 നമ്മളിപ്പം പറഞ്ഞതാണ്. ആൻഡ് DJNZ R2 ഹിയർ ഇത് എക്സ്ട്രാ ആണ്.
വിച്ച് ഗെറ്റ്സ് റിപ്പീറ്റഡ് 19 ടൈംസ്. അത് 19 തവണ അതും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ 2ഉം ഇതൊന്ന് 3 ആയതുകൊണ്ട് ഒന്ന് ആയതുകൊണ്ട് 31 മൈക്രോ സെക്കൻഡ് അത് എക്സ്ട്രാ എടുക്കുക. അപ്പോൾ ഇതിലൂടെ അതും കൂട്ടണം. വി ഷുഡ് റിമെമ്പർ ഹിയർ ദാറ്റ് ഇൻ ഡിലേ ലൂപ്സ് ദ ടൈം ഈസ് ഓൺലി അപ്രോക്സിമേറ്റ്. കൃത്യമായിട്ട് പറയാം, അപ്രോക്സിമേറ്റ് ആണ് നമ്മൾ പറയുക. ഫോർ എക്സാമ്പിൾ ഈ മൈക്രോ സെക്കൻഡും ഈ എക്സ്ട്രാ റിട്ടേണിന്റെയൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇതിനെ 5.29 മില്ലി സെക്കൻഡ് എന്ന് എടുക്കാം. അപ്രോക്സിമേറ്റ് സിൻസ് വി ഹാവ് ഇഗ്നോർ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ സബ്റൂട്ടീൻ. അതുകൂടെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഇത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ദ ടൈം ഡിലേ 5.29 ആണ്. For the calculated 5.29 millisecond delay, the 31.12 microsecond can be ignored according to the user requirements. നമ്മുടെ യൂസറിന് സ്ട്രിക്റ്റ് ആയിട്ട് റിക്വയർമെന്റ് ആണ്, കൃത്യമായ ടൈം ഡിലേ വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ ലൂപ്പ് കൂടാതെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൂടെ ഉൾപ്പെടുത്താം. ഇനി അതല്ല, നമുക്ക് റഫ് ആയിട്ടുള്ള ഒരു ടൈം ഡിലേ മതി, ഒരു LED ബ്ലിങ്കിങ് ആണ്, 1 സെക്കൻഡ് വെച്ച് ബ്ലിങ്ക് ചെയ്ത് പോട്ടെ എന്ന് കൃത്യമായിട്ട് നമ്മൾ ഒരു അപ്രോക്സിമേഷൻ മതിയെങ്കിൽ നമുക്ക് ഈ ലൂപ്പിന്റെ ടൈം ഡിലേ മാത്രം, ആദ്യത്തെ ലൂപ്പ് 278 മൈക്രോ സെക്കൻഡും അത് 19 തവണ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് 5.29 മില്ലി സെക്കൻഡ് വെച്ച് ഡിലേ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. കൃത്യമായിട്ട് വേണമെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്തും എടുക്കാം.